وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായിക്കൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സൂറത്തുൽ ഹുജറാത്ത് പഠനം ആരംഭിക്കണം, ഞാനും നിങ്ങളും. ഇൻഷാ അല്ലാഹ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 8:30 മുതൽ 9:30 വരെയായിരുന്നു നമ്മുടെ സമയം. പക്ഷേ ഇശാവൊക്കെ നേരത്തെ ആയി. 8 മണി മുതൽ 9 മണി വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 9:15 ആയി. സോറി, 8:15. ഏതായാലും സൂറത്തുൽ ഹുജറാത്ത് ഓർമ്മ ഉണ്ടോ? എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ മറന്നുപോയോ? ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. 2 മാസത്തേക്ക് വന്നപ്പോൾ കുറച്ചൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതാകും ഒന്നുകൂടെ ഒരു എളുപ്പം, അല്ലേ? ഇൻഷാ അല്ലാഹ്. എത്രാമത്തെ സൂറത്തായിരുന്നു സൂറത്തുൽ ഹുജറാത്ത്? 49. അല്ലെങ്കിൽ മുമ്പോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കോണ്ടാക്ട് കിട്ടും. എന്തായാലും മുമ്പിൽ കുറേ സീറ്റ് ഗ്യാപ്പ് ഉണ്ട്. മുമ്പോട്ട് ഇരിക്കുകയാണെങ്കിൽ അവതരിപ്പിക്കില്ല. മക്കയിലോ മദീനയിലോ അവതരിച്ചത്? മദീനയിൽ. എത്ര വചനങ്ങളാ? 18. ഇത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം ഓർമ്മയില്ല. അപ്പൊ നമ്മൾ എത്ര ആയത്ത് എത്തിയത്? 13 ആയത്തുകളാണ് നമ്മൾ എത്തിയത്. അപ്പം ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق
إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير 13 നമുക്ക് എടുക്കേണ്ട ഇൻഷാല്ലാ. കുറച്ച് ടൈം എടുത്തില്ല. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. ഖുർആൻ കേൾക്കാനും ഖുർആൻ ഓതാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഇൻഷാല്ലാ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോൾ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞുതരാം, ഞാൻ ആയത്തൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് പുതിയ ആയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. എന്താ ഉദ്ദേശിക്കുന്നത്? പ്രവാചകനിൽ നിങ്ങൾ മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്പീഡിൽ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് നടക്കരുത് എന്നാണോ? പ്രവാചകൻ ഒരു കാര്യം നമ്മോട് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത്രയും ചെയ്താൽ മതി,
ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ 3 ആളുകൾ വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ രാത്രി മുഴുവൻ എല്ലാ ദിവസവും നിന്ന് നമസ്കരിക്കാം. മറ്റാൾ പറയാണ്, ഐഷ റളിയല്ലാഹു പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കാം. 3-ാമത്തെ ആൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ആ സമയം കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഇബാദത്തിൽ ഏർപ്പെടാം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെക്കാളും ഉന്നതനും നിങ്ങളെക്കാളും മുമ്പേ സ്വർഗത്തിലൊക്കെ പോകുന്ന ആൾ ഞാനാണ്. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട. നോമ്പെടുക്കുന്നുണ്ട്, നോമ്പെടുക്കാത്ത ദിവസമുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു തന്നോ അത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അത് ചെയ്യാൻ പരിശ്രമിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഉന്നത ദറജയിലോട്ടെത്താം. അത് തന്നെ ഒരുപാടുണ്ട് ചെയ്യാൻ എന്ന് മനസ്സിലാക്കുക. 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. എന്താർത്ഥം? ശബ്ദം, പ്രവാചകന്റെ ശബ്ദത്തിനു മേലെ ശബ്ദമുയർത്തരുത്. ആ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ജാഹിലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ. അങ്ങനെ ശബ്ദമുയർത്തുന്നത് നിങ്ങളുടെ അമലുകൾ ബാത്തിലാകാൻ അത് കാരണമാവുന്നതാണ്. അപ്പം അതിനുശേഷം സ്വഹാബാക്കൾ പോലും ഭയപ്പെട്ടു എന്നാണ്. ഒരു സഹാബി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, പള്ളിയിലോട്ട് പോലും വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അത് ഞാൻ സംസാരിക്കുമ്പോൾ ഒച്ചത്തിലാണ് സംസാരിക്കുക, അപ്പോൾ പ്രവാചകന്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പ്രവാചകനേക്കാൾ ശബ്ദം ഉയരുമോ എന്ന ഭയത്താൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നാണ്. അതാണ് സൂക്ഷ്മത, അത്തഖ്വ എന്ന് പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. എന്താ അർത്ഥം? ശബ്ദമുയർത്താത്തവർ അവരുടെ ഹൃദയങ്ങളെ തഖ്വക്ക് വേണ്ടി അള്ളാഹു പരീക്ഷിച്ച് അല്ലെ പരിശീലിപ്പിച്ചിട്ടുള്ളത് അത്രയും. അപ്പം ശബ്ദമുയർത്താത്ത ആളുകൾക്കാണ് തഖ്വയുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഒരു വിശ്വാസി എന്ന നിലക്ക് എന്താണ് ഒരു വിശ്വാസിയുടെ? ജാഹിലിയാക്കളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർക്ക് ഇതുപോലത്തെ മര്യാദകൾ വളരെ കുറവായിരുന്നു. മര്യാദകൾ നമ്മൾ പല സംഭവങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ അവരെ ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഓരോ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിം ഒരു പ്രവാചകന്റെ അടുത്ത് എങ്ങനെ ആയിരിക്കണം, അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിൽ. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതുമാണ്. അടുത്ത ആയത്തിൽ പറയാണ്, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. പ്രവാചകന്റെ ഹുജറകൾ, പ്രവാചകന്റെ അറകൾ, പത്നിമാരുടെ വീടുകൾ, അതിൻ്റെ പിന്നിൽ വന്നിട്ട് പ്രവാചകൻ ഒച്ചത്തിൽ വിളിച്ച സംഭവവും എന്നിട്ട് പ്രവാചകൻ പുറത്തേക്ക് വരുന്നത് വരെ വലൗ അന്നഹും സ്വബറു, അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് നല്ലത്, അവർക്ക് ഖൈറായിട്ടുള്ളത് എന്നൊക്കെ പടച്ച റബ്ബ് കൃത്യമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞുതരാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ്, ഒരു അധർമ്മകാരി, ബിനബഇൻ എന്തുകൊണ്ടുവന്നാൽ, ഒരു വാർത്ത കൊണ്ടുവന്നാൽ, ഫതബയ്യനു നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അല്ലെങ്കിൽ അതാരായിരിക്കണം? നമ്മളെ വിഷയമൊക്കെ സംസാരിച്ചാണ്. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഉറപ്പുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് അന്വേഷിക്കണം. എന്നിട്ട് സത്യം അറിയാതെ നമ്മൾ മറ്റൊരാളോട് പോയി ഈ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. ആ സംഭവം ഓർമ്മയില്ലേ? ഖുസാഅ് ഗോത്രവുമായി ബന്ധപ്പെട്ടതും പിന്നീട് അതിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ. അപ്പം ഏതൊരു വാർത്ത നമ്മളിലേക്ക് ആര് കൊണ്ടുവന്നാലും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്വേഷിക്കണം. പല വാർത്തകളും പലരെക്കുറിച്ചും വരും. അപ്പം നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് അങ്ങ് ഷെയർ ചെയ്യും. സത്യമാണോ എന്ന് ചിലപ്പം തെളിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പല വാർത്തകളും ഇപ്പം കോടതി പ്രൂവ് പോലും ചെയ്യാത്ത വാർത്തകളായിരിക്കും. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് അവർ കുറ്റക്കാരാണ്, അല്ലാഹു അഅലം. പക്ഷേ നമ്മൾ ഒരു സത്യം അറിയാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അയാളെ താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ അയാളെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമോ, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ. ഇനി ഉറപ്പുള്ളതാണെങ്കിലോ അതും തൊട്ടടുത്ത ആയത്തുകളിൽ വരുന്നുണ്ടല്ലേ. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. ഈ ആയത്ത് പറഞ്ഞപ്പോൾ നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അല്ലാഹുവേ, ഞങ്ങളുടെ 3 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകർരിഹ് ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ടോ?
എന്താ അതിൻ്റെ അർത്ഥം? ഈമാനെ മാധുര്യമുള്ളതാക്കി തരണേ, അലങ്കാരമുള്ളതാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ സന്തോഷം തോന്നുക, നിസ്കരിക്കുമ്പോൾ ഒരു അലങ്കാരം തോന്നുക, സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ. അതാണിത് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. നേരെ മറിച്ച് നമുക്ക് കൂലി കിട്ടണം, പക്ഷേ നമുക്കിത് ഓതുമ്പോൾ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഫീൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഓതാണ്ട് കണ്ടാന്നല്ല, പക്ഷെ അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നും. എപ്പോഴാണ് നമ്മളൊരു കാര്യത്തിന് അഡിക്റ്റ് ആവുക? നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുമ്പോൾ അല്ലേ. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അനുഗ്രഹം എന്താ? അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓതും. നിസ്കരിക്കുമ്പോൾ, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യൂലേ. അപ്പോൾ ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണിത്. അപ്പോൾ ഈ ആയത്തിൻ്റെ സാരത്തിൽ വരുന്നതാണ് പ്രവാചകൻ നിങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ എന്ന സംഭവം. ഓർമ്മയില്ല? ലൗ യുത്തിയഉക്കും ഫീ കസീരിൻ മിനൽ അംർ. പല കാര്യങ്ങളിലും പ്രവാചകൻ നിങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തായി തീരുമായിരുന്നു? ബുദ്ധിമുട്ടായി തീരുമായിരുന്നു എന്നായത്. ഫദ്ലൻ മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദയവും അനുഗ്രഹവുമായിട്ടുള്ളതത്രേ അങ്ങനെ ചെയ്തത് അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ഇനി അടുത്ത ആയത്ത് വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു ഫാസ്ലിഹു ബൈനഹുമാ. സുൽഹുമായി ബന്ധപ്പെട്ട കാര്യം. എന്താ സുൽഹ്? യെസ്, നീതി. അതായത് ഒരു രണ്ടാളുകൾ വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു, അവർ തല്ലുകൂടാണെങ്കിൽ ഫാസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അതിനിടയിൽ സുൽഹുണ്ടാക്കണം. അതെങ്ങനെയായിരിക്കണം ആ സുൽഹ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു അല്ലേ. അവരോട് നീതിപൂർവം فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل واقسطوا إن الله يحب المقسطين. വന്നാൽ പിന്നീട് അവരിൽ നീതിപൂർവ്വം നിങ്ങൾ സുൽഹുണ്ടാക്കണം, ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള വിഷയം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈനഹുമാ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. മുസ്ലിമീങ്ങളൊക്കെ സഹോദരന്മാരാണ്, നിങ്ങൾ ആ രൂപത്തിലായിരിക്കണം സുൽഹുണ്ടാക്കേണ്ടത്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. 11-ാമത്തെ ആയത്ത് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻകും. പരിഹസിക്കരുത്. ഒരുപക്ഷെ പരിഹസിക്കപ്പെടുന്ന ആളുകൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. വലാ നിസാഉ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. എന്തായിരുന്നു? ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞതാണ്. അല്ലെ, അവിടെ ഇടകലരുന്നൊരവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. വലാ തൽമിസു, നിങ്ങൾ കുത്തിപ്പറയരുത് അല്ലെങ്കിൽ കുറവാക്കരുത്. അൻഫുസക്കും, നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വദേഹങ്ങളെ. വലാ തനാബസു, അന്യോന്യം വിളിച്ച് അപമാനിക്കരുത്. ബിൽ അൽഖാബ്, പേരുകൾ. ഈമാൻ വന്നെത്തിയതിന് ശേഷം അങ്ങനെ വിളിക്കുന്ന അത്ര മോശപ്പെട്ട കാര്യമാണ്. ആരും തൗബ ചെയ്തില്ല അവരാണ് അക്രമകാരികൾ. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ ദന്ന്. കസീർ ധാരാളമായിട്ട് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എന്താ ദന്ന്? ഊഹത്തിൽ നിന്നും പലതും നിങ്ങൾ ഒഴിവാക്കുക. ഇന്ന ബഅദ ദന്നി ഇസ്മുൻ, അത് പാപമാണ്, കുറ്റമാണ്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. യെസ്, കട്ട് കേൾക്കരുത്, പരസ്പരം ഭൂഷണം പറയരുത് എന്നാണ്. മറ്റൊരാളുടെ അഭാവത്തിലോ എങ്ങനെയാണെങ്കിലും. അയുഹിബ്ബു അഹദുക്കും അൻ തഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. നിങ്ങളുടെ സഹോദരൻ, ആ സഹോദരൻ മരിച്ചു കിടക്കെ, സാധാരണ ഒരാളുടെ ഇറച്ചി മാംസം എന്നാൽ നമുക്ക് പറ്റുമോ? മരിച്ചു കിടക്കുന്ന ഒരാളുടെ അത് നമ്മുടെ സഹോദരനായിരിക്കും, നമ്മൾ അത്രയും സങ്കടത്തിലായിരിക്കും. ആ സഹോദരൻ്റെ ഇറച്ചി അയാൾ മരണപ്പെട്ടതിന് ശേഷം ആ മാംസം ഭക്ഷിക്കുന്നത് എങ്ങനെയാണോ അതിലും മോശമാണെന്നാണ് പറയുന്നത്. ഫകരിഹ്തുമൂ, അത് നിങ്ങൾ വെറുക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു തവ്വാബുർ റഹീം. ഇനി അടുത്ത ആയത്ത്. ഇതിൽ വെക്കേഷന് മുന്നേ അല്ലാതെ ഇപ്പം ആദ്യമായിട്ട് വന്ന ആൾക്കാരുണ്ടോ? പുതിയതായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരല്ല. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമ്മൾ എടുത്തത്.
12 ആയത്തുകൾ, 13-ാമത്തെ ആയത്തിലേക്ക് കടക്കാണ്. അതാണ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിവിൻ്റെ പരിധിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോൾ അടുത്ത ആയത്ത് ഇന്ന് 13-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ ആയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ആയത്ത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ഫേവറാണ്. യെസ്, വേൾഡ് കപ്പിൻ്റെ സമയത്ത്, ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഈ ആയത്താണ് ഓതിയത്. ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ആയത്തിൽ ഇറങ്ങി ചെല്ലും. ഈ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും സമയം നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര കാര്യങ്ങളാണ് വിശ്വാസികളെ എന്ന് വിളിച്ച് പറഞ്ഞത് ഈ സൂറത്തിൽ? 5 6 6 കാര്യങ്ങൾ. എന്നിട്ടല്ല യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചത്. ജനങ്ങളോട് മുഴുവൻ പറയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഇന്നാ ഖലഖനാകും, നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, കും നിങ്ങളെ, മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. വജഅൽനാകും ശുഊബൻ, നാം ആക്കി, കും നിങ്ങളെ, ശുഊബൻ. യെസ്, ശുഊബ് എന്ന് പറഞ്ഞാൽ ശാഖകൾ എന്നൊക്കെ അർത്ഥം. ഖബായില, കബീലകൾ, ഗോത്രങ്ങൾ. എന്തിനു വേണ്ടി? ലിതആറഫു, പരസ്പരം അറിയുന്നതിന്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യെസ്, നിങ്ങളിൽ ഏറ്റവും ആദരവായിട്ടുള്ളവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ. അത്ഖാകും, തഖ്വ, അതിന്റെ സൂപ്പർനെറ്റീവ് ഫോമാണ് അത്ഖാകും എന്നാണ്. ഏറ്റവും തഖ്വയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും സർവജ്ഞാനിയുമാണ്. എല്ലാം അറിയുന്നവനും ആ അറിയുന്നത് മുഴുവൻ സൂക്ഷ്മമായി അറിയുന്നവനുമാണെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിലേക്ക് നമ്മൾ കടക്കുമ്പം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിക്കുകയാണ്. അന്നാസ് അതിൻ്റെ വരുന്നത് പിന്നെ 2 രൂപത്തിൽ അറബി എന്താ പറയുക, വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് വരുന്നത്. പിന്നെ 2 രൂപത്തിൽ അറബി എന്താ പറയുക, വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഒന്ന് നസിയ എന്ന പദത്തിൽ, നിസിയാൻ എന്നുള്ള പദം. എന്താ നിസിയാൻ? നസിയ, മനുഷ്യന്മാർ മറക്കുന്നവരാണ് എന്ന രൂപത്തിൽ ആ പദത്തിൽ നിന്നാണ് ഇൻസാൻ വന്നതെന്നും. മറ്റൊരു പദം ഉൻസ് എന്നുള്ളതാണ്. ഉൻസ് പറഞ്ഞ ഇണക്കം, മനുഷ്യന്മാരുടെ സ്വഭാവമാണ് പിണങ്ങിയാൽ ഇണങ്ങുക എന്നുള്ളത്. ആ പദത്തിൽ നിന്നാണെന്നും 2 പിന്നെ അറബി പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണാൻ കഴിയും. അപ്പം ഏതായാലും ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, അന്നാസ് എന്നത് ഇൻസാനിന്റെ ബഹുവചനാണ്. യാ യുഹന്നാസ്, ജനങ്ങളെ. അതിൽ ആണുങ്ങളും വരും, പെണ്ണുങ്ങളും വരും, സ്ത്രീകളും വരും, പുരുഷന്മാരും വരും. യാ യുഹന്നാസ് എന്ന് പറയുന്നത്. ഇന്നാ ഖലഖനാകും, നിശ്ചയമായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. ആരാണ് ആണ്? ആദം നബി അലൈഹിസ്സലാം. ആരാ പെണ്ണ്? ഹവ്വാ ബീവി. നമ്മളൊക്കെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അല്ല. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അല്ലാതെ സൃഷ്ടിച്ചത് രണ്ടുമല്ല, ആണിൽ നിന്നുമല്ല പെണ്ണിൽ നിന്നുമല്ല. ആദം നബി അലൈഹിസ്സലാം. ആദം നബീനെ എങ്ങനെ സൃഷ്ടിച്ചേ? മണ്ണിൽ നിന്ന്. അത് പറയാം. ഇനി ഒരു പെണ്ണിൽ നിന്നല്ലാതെ ആണിൽ നിന്ന് മാത്രം സൃഷ്ടിച്ചതാരെ? ഹവ്വാ ബീവി. എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ആദമിന്റെ വാരിയലിൽ നിന്ന്. ഇനി പെണ്ണിൽ നിന്നല്ലാതെ അല്ല, ആണിൽ നിന്നല്ലാതെ പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് ഈസാ നബി. ഓക്കെ. അപ്പം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ആദ്യ മനുഷ്യന്റെ ജന്മം എന്ന്. അതിൽ മാ എന്ന് കാണാൻ കഴിയും, വെള്ളത്തിൽ നിന്നാണ്. തുറാബ്, മണ്ണ്. പിന്നെ ത്വീന് കാണാൻ കഴിയും. ത്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണ്. പിന്നെ ഹമഇൻ മസ്നൂന് കാണാൻ കഴിയും. ത്വീന് കഴിഞ്ഞാൽ പിന്നെ ത്വീന് ലാസിബ്, അതൊരു പശരൂപത്തിലാകുന്നതാണ്. പിന്നെ ഹമഇൻ മസ്നൂൻ, ആ മണ്ണൊന്ന് കട്ട പിടിക്കുക. പിന്നീട് സ്വൽസ്വാലിൻ കൽ ഫഖാർ,
സൽസാലിൻ കൽ ഫഖാർ എന്ന് പറഞ്ഞാൽ ചൂളയിൽ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് കട്ടിയാവും, അതാണ് സൽസാലിൻ കൽ ഫഖാർ. ഈ രൂപത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഖുർആനിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ആദം നബിയുടെ സൃഷ്ടിപ്പ്. പിന്നീടാണ് അതിലേക്ക് റൂഹ് ഊതുന്നതും ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതും. അതിനുശേഷം പിന്നെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു, സൗജിനെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, അതാണ് ഹവ്വാ ബീവി. ഹവ്വാ ബീവി എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. അതിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലഇൻ ലൻ തസ്തഖീമ ലക അലാ ത്വരീഖിൻ. അതായത് പ്രവാചകൻ നമ്മൾ പറഞ്ഞു ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ദക്കർ ഉൻസ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് നമുക്കറിയാം ഒരിക്കലും പുരുഷനും സ്ത്രീയും തുല്യരല്ല എന്നുള്ളത്. കാരണം പുരുഷനെ സൃഷ്ടിച്ചതിന് ശേഷം പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇത് തുല്യരല്ല. നമ്മൾ എത്ര തുല്യരാക്കാൻ നോക്കിയാലും അത് തുല്യരാവൂല. അതാണ് പ്രവാചകൻ പറയുന്നത്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലഇൻ, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ വാരിയലിൽ നിന്നാണ്. ഒരു സ്ത്രീ അല്ല, സ്ത്രീയെ സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണ്. ലൻ തസ്തഖീമ ലക അലാ ത്വരീഖ്. വാരിയലിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ വളഞ്ഞിട്ടാണ്. അപ്പൊ ലൻ തസ്തഖീമ, അത് നേരെയാവില്ല, അലാ ത്വരീഖിൻ, അത് നീ ഉദ്ദേശിക്കുന്ന പോലെ നേരെയാവില്ല. അതിന് അതിൻ്റെതായ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അത് നീ ഉദ്ദേശിക്കുന്ന പോലെ അതൊരിക്കലും നേരെയാവണമെന്നില്ല. അതിനെ നീ പ്രയോജനപ്പെടുത്തി, ആ രൂപത്തിൽ നീ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അത് നിനക്ക് എന്ത് ചെയ്യും? ആ വളവോടുകൂടെ നീ പ്രയോജനപ്പെടുത്തി അത് നിനക്ക് ഉപകാരപ്പെടും. അതല്ലാതെ വഇൻ ദഹബ്ത തുഖീമുഹ, അത് നീ നേരെയാക്കാൻ നിന്നാൽ കസർതുഹ, അതെന്ത് ചെയ്യും? പൊട്ടുപോകും. വകസറുഹ ത്വലാഖുഹ, പൊട്ടാന്ന് പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലുക എന്നാണ് അർത്ഥം. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ്. അത് നമ്മൾ പല രൂപത്തിലുള്ള ചിന്താഗതിക്കാർ പല രൂപത്തിൽ അതിനെ തുല്യരാണ്, സമമാണ് എന്ന് പറയാൻ നോക്കിയാലും യാഥാർത്ഥ്യം മതത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ് ഈ രൂപത്തിലാണ്. തമാശയായിട്ട് പറയാറുണ്ട്, പിന്നെ ഒരു ഭർത്താവ് ജോലിക്ക് പോയി. അപ്പോൾ ജോലിക്ക് പോയപ്പോൾ ആ ജോലിയുള്ള സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ട്. ഒരു സ്ത്രീ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ സ്ത്രീയെ കണ്ടപ്പോൾ ഭർത്താവ് വീട്ടിൽ വന്ന് ഭാര്യയോട് ഇങ്ങനെ പറയല്ലോ, ആ സ്ത്രീയുടെ രൂപമൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ പറഞ്ഞുപോയി, മുഖത്ത് രോമുണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു കല്ല് തടഞ്ഞു വീണു. അപ്പോൾ പിന്നെ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഹെൽപ്പിന് വേണ്ടി വിളിക്കുകയാണ്, വീണ് കിടക്കാണ്. അപ്പോൾ വന്നിട്ട് ഞാൻ ഇവിടെ തടഞ്ഞു വീണതാണ്. അപ്പോൾ ഭാര്യ പറയണേ, ആ സ്ത്രീയുടെ മൊത്തം കുറ്റിരോഗങ്ങൾക്കാണ്, ഇത്ര വലിയ കല്ല് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഖലഖ മിൻഹാ സൗജഹാണ്, അതിനെ സൃഷ്ടിച്ചത് പുരുഷന്റെ വാരിയിൽ നിന്നാണ്. അപ്പൊ അത് ഒരിക്കലും തുല്യരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ആണിനെയാണ് സൃഷ്ടിച്ചത്, പിന്നെ പെണ്ണിനെയാണ്. അതേപോലെ തന്നെ മതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വാതന്ത്ര്യമാണെങ്കിലും അവകാശമാണെങ്കിലും ഇതിലൊക്കെ സ്ത്രീകൾക്ക് പരിധികളുണ്ട്. പുരുഷന്മാരുടെ പരിധികൾ വേറെതാണ്, സ്ത്രീകളുടെ വേറെതാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ എന്ന ഖുർആൻ പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ ആധിപത്യം അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കേണ്ട മേൽനടത്തിപ്പുകാർ ആരാണ്? പുരുഷന്മാരാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വരലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്തായാലും ജോലി നേടണം, അതാകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാം. ചിലപ്പോൾ അവരുടെ ജീവിതാനുഭവം കൊണ്ട് പറയായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ എന്താണ് അതിൻ്റെ നിയമം നമ്മൾ മനസ്സിലാക്കുമ്പം, ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല, പക്ഷെ ആ ജോലിക്ക് പോയി സമ്പാദിച്ചാലും ആ സ്ത്രീയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ആ സ്ത്രീയെ നോക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനാണ്. ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ആ പൈസ ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു കാശ് പോലും ഭർത്താവിന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് ഇസ്ലാമിന്റെ മനോഹരമായ നിയമം. കാരണം അതിന്റെ ഉത്തരവാദിത്തം നൽകപ്പെട്ടിരിക്കുന്ന ആൾക്കാണ് പുരുഷനാണ്. അതേസമയത്ത് എന്താണ് സ്ത്രീയുടെ ഉത്തരവാദിത്തം? സ്ത്രീയുടെ ഉത്തരവാദിത്തം ആ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി ആ കുടുംബത്തിനെ
നാളെ പരലോകത്ത് വിജയിക്കാൻ ഒതുങ്ങുന്ന രൂപത്തിലേക്ക് ആ കുടുംബത്തിന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് ചെറിയ ഉത്തരവാദിത്തമല്ല, അത് വലിയ ഉത്തരവാദിത്തമാണ്. ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ആളുകളാണ് സ്ത്രീകൾ, അല്ല നല്ല പ്രവാചകൻ പറഞ്ഞ. പക്ഷെ ഏറ്റവും കൂടുതൽ നരകത്തിലും സ്ത്രീകളായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, പുരുഷൻ സ്ത്രീ ഈ രണ്ടിലും മാറി മാറി നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വെറുതെ പുരുഷന് സ്ത്രീയുടെ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും, സ്ത്രീ ഭാര്യയാകുന്ന അവസ്ഥ ഉണ്ട്, മകളാകുന്ന അവസ്ഥ, ഉമ്മയാകുന്ന അവസ്ഥ, പെങ്ങളാകുന്ന ഏതൊരവസ്ഥയാണെങ്കിലും പുരുഷനാണ് ആ സ്ത്രീയെ നോക്കേണ്ടതും പുരുഷന്റെ സംരക്ഷണത്തിലാണ് ആ സ്ത്രീ. വലിയ ദിജാരി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു പദവി കൂടുതലുണ്ട് എന്നാണ്. വലിയ ഇസദ്ദക്കറുകല്ലുൻസാന്ന് കാണാൻ കഴിയും ഖുർആനിൽ. വലിയ ഇസദ്ദക്കറുകല്ലുൻസാ പറഞ്ഞാൽ സ്ത്രീ പുരുഷനെ പോലെയല്ല എന്നുള്ളതും ഇസ്ലാമിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആണും പെണ്ണും ഒരുപോലെയല്ല എന്ന് പറയുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും അനന്തരാവകാശ നിയമം എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പുരുഷന്മാർക്കാണ് കൂടുതൽ. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്നുണ്ട്. മാറ്റി വെച്ചാലും തുല്യമായ ഒരു വീതം വെപ്പല്ല. അപ്പൊ അതിനെ പലരും വിമർശിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതേപോലെയാണ് ത്വലാഖിന്റെ വിഷയം വരികയാണെങ്കിൽ ത്വലാഖ് ആണ് ചൊല്ലണം എന്നാലേ ശരിയാവുള്ളൂ. ഈ പെണ്ണിനാണ് ത്വലാഖ് ആവശ്യമെങ്കിൽ അത് ആണിനെ കൊണ്ട് ചൊല്ലിപ്പിക്കണം എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ് ലഅനൽ മുഹന്നിസീന മിനൽ റിജാലി വൽ മുതറജ്ജിലാത്തി മിനൻ നിസാ. പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ ആലോചിക്കുക, വേഷം ധരിക്കുന്നത് പോലും രണ്ടും രണ്ടാണ്. അപ്പൊ എന്നിരിക്കെ എങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ സമാധാനം ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതാണ് പറയുന്നത്, ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നുള്ളത്. എന്ന് വെച്ച് സ്ത്രീയെ ഇസ്ലാം അങ്ങേയറ്റം മോശമായി കണ്ടതാണ്. വലഖദ് കറംനാ ബനി ആദം പറഞ്ഞത് ആദമിന്റെ സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ആ ബനി ആദം എന്ന് പറഞ്ഞാൽ അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വരും. അതേപോലെ തന്നെ സ്ത്രീകൾ അങ്ങേയറ്റം സമൂഹത്തിൽ ഒന്നുമല്ലാത്ത നിലയിൽ നിന്നും എല്ലാ മതങ്ങളെക്കാളും നന്നായിക്കൊണ്ട് ഇസ്ലാമാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടത്തിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവന്നത് ഇസ്ലാമാണ്. ധാരാളം പെണ്ണ് കെട്ടിയിരുന്ന ഒരു കാലമായിരുന്നു. അതിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതും. പെണ്ണ് കെട്ടിയിട്ട് അവിടെ അവർക്ക് സ്ത്രീകൾക്കൊരു വിലയില്ലാതെ വരുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാം 4 അത് പരിമിതപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇസ്ലാമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അനുവദനീയമാണ് എന്ന് പറഞ്ഞു വരുന്നത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? അതെ, അതും ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയത്ത് പോലും പ്രവാചകൻ പറഞ്ഞത് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും പല ആളുകളും പറയാണ് സ്ത്രീയും പുരുഷനും സെയിമാണ്, അത് അവർക്ക് തുല്യ അവകാശമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ പോലും അവർ തുല്യ അവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് ചില ചട്ടക്കൂടുകളുണ്ട് എന്ന് വെച്ച് അവരുടെ അവകാശങ്ങൾ, അവർക്കിങ്ങനെ ഒരു വസ്ത്രധാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ സ്വാതന്ത്ര്യം പോയി എന്നല്ല. കാരണം അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അത് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ഒക്കെ, തട്ടിടേണ്ട ആവശ്യം എന്താണ്, പുരുഷന്മാർ തട്ടിടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ശുഊബൻ വ ഖബായില. ശുഊബ് പറഞ്ഞാൽ ശാഖകൾ, വ ഖബായിലെ ഗോത്രങ്ങൾ. ഇതിന് ഇന്ന് നമുക്ക് പറയില്ല സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് കൂടിയിട്ട് എന്താവും രാജ്യവും, രാജ്യങ്ങൾ കൂടിയിട്ട് വൻകര ഒക്കെ ആവും. ആ രൂപത്തിൽ അന്ന് പറയാം ഷുഊബാണ് ഏറ്റവും വലുത്. അതിന് എക്സാമ്പിളാണ് ഹുസൈമ ഗോത്രം എന്നൊക്കെ നമ്മൾ കേട്ടില്ല, ഹുസൈമ. ആ ഷുഊബിന്റെ കീഴിൽ കുറെ കബായിലകൾ കൂടി ചേർന്നാണ് ഷുഊബ. കബീലകൾ. കിനാന ഗോത്രം എന്ന് കേട്ടില്ല, അത് കബായിലുകൾക്ക് ഉദാഹരണമാണ്. അത് കബായിലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അമായിർ, ഒരുപാട് അമായിറുകൾ കൂടി ചേർന്നാണ് കബായിൽ ഉണ്ടാകുന്നത്. പിന്നെയോ
ഒരുപാട് ബുത്തൂനുകൾ കൂടി ചേർന്നാണ് അമായിർ ഉണ്ടാകുന്നത്. ഒരുപാട് ഫുഹൂദുകൾ കൂടി ചേർന്ന ബുത്തൂൻ ഉണ്ടാകുന്നത്. ഒരുപാട് ഫസീലുകൾ കൂടി ചേർന്നാണ് ഫുഹൂദ് ഉണ്ടാകുന്നത്. അപ്പോൾ അമായിർ എന്ന് പറയുന്ന ഇതിലാണ് ഖുറൈശൊക്കെ വരുന്നത്. ഖുറൈശ് ഗോത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. അപ്പം ഈ രൂപത്തിൽ പിന്നെ കബീലകൾ, ഓരോ ആളുകൾ ഓരോ കബീലയുടെ ആളുകളാന്നൊക്കെ പറയും പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. എന്തിനു വേണ്ടിയാണത്? ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാവാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ ഒരു കാരണം, അന്നത്തെ കാലഘട്ടത്തിൽ തറവാട് ഇപ്പോഴും ഉണ്ട്, ഇപ്പം ഇല്ലാന്നല്ല, തറവാടിനെ കൊണ്ട് അഭിമാനിക്കുന്ന, തറവാട് കൊണ്ട് പെരുമ നടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചു ഒരു കവി ഇങ്ങനെ പാടിയെന്നാണ്, തറവാടിയായ അബൂലഹബിനെ ഷിർക്ക് നിലംപതിച്ചു എന്നാണ്. വലിയ തറവാടിയാ, പക്ഷെ ഇസ്ലാമിൽ അബൂലഹബിന് എന്താ സ്ഥാനം ഉണ്ടോ? ഒരു സ്ഥാനവും ഇല്ല. തബ്ബത്തിയദാ അബീ ലഹബ് തബ്ബാണ്. എന്നാലോ പേർഷ്യക്കാരനായ സൽമാനെ ഇസ്ലാം ഉയർത്തി എന്നാണ്. കാരണം തൗഹീദ് നെഞ്ചിലേറ്റി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗോത്രങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പിന്നെ അവരുടെ ഗോത്രത്തിന്റെ പെരുമ എന്നുള്ള പരിശോധിക്കും. മക്കം ഫത്തഹിന്റെ നാളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. മക്കം ഫത്തഹിന്റെ നാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പുറത്ത് കയറി ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറയാൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പം മക്കയിലെ വലിയ ഖുറൈശി ഗോത്രത്തിലെ വലിയ പ്രമുഖരായ ആളുകളുണ്ട്. അപ്പൊ അടിമയാണ് ആര്? ബിലാല്. ആ ബിലാല് കഅബയുടെ പുറത്ത് കയറിയത് കണ്ടപ്പോഴത്തേക്കും പല ആളുകൾക്കും ഇടങ്ങാറായി, രോഷം കൊണ്ടു. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, എന്താണ് ഇത്രയും ആളുകൾ ഉണ്ടായിരിക്കെ ഒരു അടിമയായ ബിലാലിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നൊക്കെ ഇവരെന്ത് ചെയ്തു പറയാൻ. മാത്രമല്ല കഅബയുടെ അകത്ത് കയറിയപ്പം പ്രവാചകന്റെ കൂടെ കയറിയത് ബിലാൽ റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ അടിമകളായിരുന്ന ആളുകളാണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ പല രൂപത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പ്രവാചകന് ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായിട്ട് അറിയിച്ചു കൊടുത്തു. അപ്പൊ ഈ രംഗം പിന്നെ ഖുറൈശികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അരോചകത്ത് ഉണ്ടാക്കുന്നുണ്ടെന്ന് പ്രവാചകൻ അറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ പ്രസംഗത്തിൽ പ്രവാചകൻ പറയാണ്, ജാഹിലിയ്യത്തിലെ പിന്നെ നിഗളിപ്പ് അഥവാ അഹങ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് പോക്കിയിരിക്കുന്നു എന്നാണ്. വാപ്പാന്റെ പേര് പറഞ്ഞിട്ടുള്ള പെരുമ നടിക്കലും അള്ളാഹു നിങ്ങളിൽ നിന്ന് നീക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അവിടെ വെച്ചിട്ട് പറയുന്ന ഒരു സംഭവം നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. ഹേ മനുഷ്യരെ, മനുഷ്യർ രണ്ട് തരം ആളുകളാണുള്ളത്. അതിലൊന്ന് പുണ്യവാനും സൂക്ഷ്മതയുള്ളവനും, അത് അള്ളാഹുവിങ്കൽ ആദരണീയരായിട്ടുള്ളവൻ. രണ്ടാമത്തെ ആളുകൾ ദുർമാർഗിയും അതേപോലെ തന്നെ ദുഷ്ടനും അള്ളാഹുവിങ്കൽ നിന്ദ്യനുമായിട്ടുള്ളവൻ, അതാണ് മറ്റൊന്ന്. എല്ലാവരും ആദമിന്റെ സന്തതികളാണ്. ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് ഓതുകയാണ്. ഏത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ എന്നുള്ള ആയത്ത്. അപ്പൊ അവർക്ക് കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ത്? ഒരാൾ അയാൾ ഉന്നതനാകുന്നതും അയാൾ മോശക്കാരനാകുന്നതും അയാളുടെ തറവാട് കൊണ്ടല്ല, അയാളുടെ മാതാപിതാക്കളെ കൊണ്ടല്ല. എല്ലാവരെയും പടച്ചത് ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും, ഒരു ദക്കർ വ ഉൻസാ എന്നാണ്. അവർക്ക് എന്തിനു വേണ്ടി കബീലകളും എന്തിനു വേണ്ടി പിന്നെ ഗോത്രങ്ങളും എന്ന് ചോദിച്ചപ്പോൾ അത് ലിതആറഫു, എന്തിനു വേണ്ടിയാ? അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ല അത് വെച്ച് പെരുമ നടിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാളുടെ കർമ്മം അയാളെ ബാക്കിലാക്കിയാൽ അല്ലെങ്കിൽ അയാളെ പിന്നോക്കം വലിച്ചാൽ പ്രവാചകൻ പറയാണ് അയാളുടെ കുടുംബം ഒരിക്കലും അയാളെ മുന്നോട്ടെത്തിക്കൂല. അതിന് ഉദാഹരണമാണ് അബൂലഹബ്. അയാളുടെ കുടുംബം വലിയ കുടുംബമാണ്, പക്ഷേ പ്രവർത്തനം ബാക്കിലോട്ടാണെങ്കിൽ അയാൾ ഒരിക്കലും ആ കുടുംബം അയാളെ മുന്നിലേക്ക് എത്തിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ബിലാലിന്റെ ചെരുപ്പടി ശബ്ദം പ്രവാചകൻ പറയുന്നത്, പ്രവാചകൻ സ്വർഗത്തിലൂടെ നടക്കുമ്പോൾ ബിലാലിന്റെ ചെരുപ്പടി ശബ്ദം പ്രവാചകന്റെ മുന്നിൽ കേട്ടു എന്നാണ് പറഞ്ഞു. എങ്ങനെയാ മുന്നിൽ എത്തിയത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി ശബ്ദം പ്രവാചകനേക്കാൾ മുന്നിൽ സ്വർഗത്തിൽ പ്രവാചകൻ കേൾക്കാൻ ഇടയായത്. അപ്പോൾ ഒരാളുടെ പ്രവർത്തനമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ പിന്നെ ഗസ്സാൻ ഭരണാധികാരിയായ ഒരാൾ, അയാൾ ഇസ്ലാം സ്വീകരിച്ച് അയാൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവായിട്ട് ഉംറ ചെയ്യാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഉംറ ചെയ്യുന്ന സമയത്ത് പിന്നെ അയാളുടെ കൂടെ ഉംറ ചെയ്യുമ്പം ഇത് പിന്നെ ഇഹ്റാമിന്റെ തുണി അയാളുടെ താഴെ ഒരു അറ്റം താഴെ വീണുപോയി. അതിൽ വേറൊരു മനുഷ്യൻ ചവിട്ടി. പക്ഷെ മറ്റേ ആളെ ചവിട്ടിയത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ രാജാവ് മറ്റേ ആളെ അടിച്ചു. അപ്പം ഈ സംഭവം തവാഫിന് ശേഷം ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു, അയാളോട് സംഭവം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു രാജാവാണ്, അപ്പോൾ താഴ്ന്ന ഇടയിലുള്ള ഒരാൾ എൻ്റെ ഇതിൽ ചവിട്ടി, അപ്പോൾ ഞാൻ അടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സമ്മതിച്ചു. അപ്പോൾ പ്രവാചകൻ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണ്,
അതിൽ താഴ്ന്നവൻ പൊന്തിയവൻ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അള്ളാഹിൻ്റെ അടുക്കൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? പ്രതിവിധി ഉണ്ട്. ആ പ്രതിവിധി ഒന്നെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾ അടിക്കാൻ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ക്ഷമ ചോദിക്കാം. അയാൾ ക്ഷമിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് രാവിലെ വരെ ആലോചിക്കാൻ സമയം വേണം പറഞ്ഞു. എന്നിട്ട് രാത്രിക്ക് ഇയാൾ എന്ത് ചെയ്തു? നാട് വിട്ടു എന്നാണ്. അപ്പം എല്ലാ സംഭവങ്ങളും നമ്മളെ സൂചിപ്പിച്ചു തരുന്നത് പിന്നെ ഇസ്ലാമിൽ ഗോത്രങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഒരാൾ പിന്നെ അയാളുടെ പൊസിഷൻ പിന്നെ രാജാവാണ് അല്ലെങ്കിൽ മന്ത്രിയാണ്, പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ് എന്നിങ്ങനെയുള്ള ഇതുകൊണ്ട് ഒരാളും ഉന്നതിയിലോ അതെത്താത്തത് കൊണ്ട് ഒരാളും മോശക്കാരുമായി തീരൂല. അള്ളാഹിൻ്റെ അടുക്കൽ ആരാണ് ഏറ്റവും ഉത്തമർ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ അത്ഖാക്കും, ഏറ്റവും തഖ്വയുള്ളവൻ. ആ തഖ്വ കുറയുന്നതിനനുസരിച്ച് അള്ളാഹിൻ്റെ അടുക്കലുള്ള ആദരവ് കുറഞ്ഞു വരുന്നതാണ്. ഏറ്റവും നല്ല തഖ്വയാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവാണ്. അവൻ ഏത് രൂപത്തിലുള്ള ആളാണെങ്കിലും, ഏത് നിറത്തിലുള്ള ആളാണെങ്കിലും, ഏത് കോലത്തിലുള്ള ആളാണെങ്കിലും, ഏത് വംശത്തിലുള്ളതോ കുടുംബത്തിലുള്ള ആളാണെങ്കിലും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആ തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ തഖ്വ എവിടുന്ന കിട്ടുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂല. വലാകിൻ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കൂല. വലാകിൻ അല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വത്തുക്കളിലേക്കും അള്ളാഹു നോക്കുകയില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുകയാണ്. മറ്റൊരു പിന്നെ ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജിൽ നടത്തിയ പ്രസംഗം, ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രസംഗത്തിൽ, മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞേക്കുക, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അറബിയല്ലാത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. അറബിയല്ലാത്തവന് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. കറുത്തവന് ചുവന്നവനേക്കാളും അല്ലെങ്കിൽ വെളുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. നിങ്ങളിൽ ഏറ്റവും ആദരണീയർ നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവനാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും അവനെ ജഡ്ജ് ചെയ്യേണ്ടത് അവൻ്റെ രൂപത്തിലോ അവൻ്റെ കോലത്തിലോ അതല്ലെങ്കിൽ അവൻ്റെ സംസാരത്തിലോ അല്ല, എന്താണ് അള്ളാഹുവിങ്കൽ അവൻ. അല്ലാതെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒരു നിർവാഹം ഇല്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു അലീമുൻ ഖബീർ, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന്. അപ്പം ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യാ യുഹന്നാസ്, ജനങ്ങളെ, എല്ലാ ജനങ്ങളെയും വിളിച്ച് പറയാണ്, എല്ലാവരോടും കൂടെ പറയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ അറബികളായിട്ടുള്ള ആളുകൾ അനറബികളായിട്ടുള്ള ആളുകളെ ഒരു താഴെത്തട്ടിൽ കണ്ടിരുന്നു എന്നാണ്. അപ്പോൾ അവരോടൊക്കെ വിളിച്ച് പറയാണ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഓരോ ഗോത്രത്തിലാക്കിയത് ലി താറഫു, നിങ്ങൾ അറിയപ്പെടാൻ. അല്ലാതെ നിങ്ങളൊരാൾ പിന്നെ ജനിക്കുന്നതിന് മുന്നേ വലിയൊരാളായത് കൊണ്ട് ഇന്ന ആളുകൾ ഖുറൈശി ഗോത്രത്തിൽ, ഇന്ന ആളുകൾ മറ്റേ ഗോത്രത്തിൽ എന്നാണോ? അല്ല. കൃത്യമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിറം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ രൂപം കൊണ്ടോ കുടുംബം കൊണ്ടോ ഒരാളെയും മാറ്റി നിർത്താതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓതി നോക്കിയിട്ടില്ല കേട്ടോ, അതും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഓക്കെ. وجعلناكم شعوبا وقبائل لتعارفوا.
അവിടെ ശുഊബൻ വ എന്ന് മണിക്കുക. ഖബായില ഒരു 6 അക്ഷരം വരെ നീട്ടുക. പക്ഷെ വജഅൽനാക്കും എന്നുള്ളത് 6 അക്ഷരം വരെ നീട്ടണ്ട. വജഅൽനാക്കും ശുഊബൻ വ ഖബായില ലിതആറഫു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. കാഫിന് സുക്കൂന് വന്നാൽ അക്റമക്കും എന്ന് പറയരുത്. അക്റമക്കും ഒരു ചെറിയൊരു ഇത് കൊടുത്താൽ മതി. അക്ക് എന്ന് പറയരുത്. അക്ക് പറയുമ്പോൾ കാഫാണെങ്കിൽ ഖ് എന്ന് പറയണം. പക്ഷെ കാഫാകുമ്പോൾ അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. താവും അങ്ങനെ തന്നെയാണ്. ത ആണെങ്കിൽ ഖ് എന്ന് പറയണം. പക്ഷെ ത ആവുമ്പം അത്ഖാകും. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഖബീർ എന്നല്ല നിർത്തേണ്ടത്, ഖബീർ. ഓക്കെ, ഒന്നുകൂടെ ഓതാം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഒരു റൗണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഓതിത്തരണം. 2-3 ഭാഗമാക്കിയിട്ട് ഓതാ. ആരോതാ? ഞാൻ ആരെയും വിളിക്കുന്നില്ല കേട്ടോ. സ്വന്തം റെഡി ആയിട്ടുള്ള ആളുകൾക്ക് ഓതാം. പേര് വിളിച്ചാലേ അതുള്ളൂ. ബേക്കെന്നൊക്കെ ഓതിയ സന്തോഷമായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തെറ്റുന്നൊന്നും ബേജാറാണ്. നമ്മളൊക്കെ പഠിക്കാൻ വന്നാണ്. ഞാൻ ഓതുന്നതിൽ അടക്കം തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഓതിയോ. ഫസ്റ്റ് ഭാഗം ഓതിയോ? ഉൻസ വരെ ഓതിയാൽ മതി. അവിടുന്ന് ഓതിയോ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. നന്നായിട്ട് മതി. ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. അത് മണിച്ച ഭാഗം കുറച്ചുകൂടെ കൂടുതൽ മണിച്ചാൽ കുറച്ചുകൂടെ ഭംഗി കൂടും. ശുഊബൻ കുറച്ചുകൂടെ മണിച്ചാൽ മതി. നന്നായിട്ട് മതി. ഒരാളൂടെ ഇവിടുന്ന് ആരെങ്കിലും ഒന്നാ ഇഫ്ലാക്കലുണ്ടോ? ആരെങ്കിലുമൊക്കെ ഇഫ്ലാക്കാൻ ശ്രമിക്കാറുണ്ടോ ഈ സൂറത്ത്? നമ്മളൊരു ദിവസം ഒരാഴ്ചയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ച സമയമുണ്ട്. ഇഫ്ലാക്കാണെങ്കിൽ പതുക്കെ അർത്ഥം പഠിക്കുന്ന പോലെ നമുക്ക് നിസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ സുഖമാണ്. അർത്ഥം അറിയാം. ഇഫ്ലു ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചോട്ടെ. ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് മാറിത്തീരും. നമുക്ക് അർത്ഥം ഇങ്ങനെ ആലോചിച്ച് സംഭവങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റും. അതാ മതി. شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير.
മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. ഇനി 1-2 ക്ലാസ്സുകൾ കൊണ്ട് ഈ സൂറത്ത് അവസാനിക്കും. എല്ലാവരും കഴിവിൻ്റെ പരമാവധി പഠിക്കുക, മനസ്സിലാക്കുക, സത്യസത്യമായി മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.